ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ റൂൾസ് ഓഫ് പ്രോബബിലിറ്റീസിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ബാഗ് കണ്ടെയ്ൻസ് 8 balls, identical except for color, of which 5 are red and 3 white. A man draws 2 balls at random, one after another, without replacement. What is the probability that one of the balls drawn is white and other red? ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വാട്ട് വുഡ് ബി ദ വാല്യൂ ഓഫ് ദീസ് പ്രോബബിലിറ്റീസ് ഇഫ് എ ബോൾ ഡ്രോൺ ഈസ് റീപ്ലേസ്ഡ് ബിഫോർ അനദർ ബോൾ ഈസ് ഡ്രോൺ? അതായത് ഒരു ബാഗിനകത്ത് 8 ബോൾ ഉണ്ട്. അതെങ്ങനെയാണ്? എല്ലാം ഒരുപോലെ ഐഡൻറ്റിക്കലാണ്. ഏതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ? കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ 8 ബോൾ എന്ന് പറയുന്നത് അതിൽ 5 റെഡും 3 വൈറ്റുമാണ് ഉള്ളത്. അപ്പോൾ ബാഗിൽ മൊത്തം 5 റെഡും 3 വൈറ്റ് ബോൾ ഉണ്ട്. അതിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്തു? 2 ബോൾസ് റാൻഡമായിട്ട് എടുത്തു. 2 എണ്ണം ഒരുമിച്ചല്ല എടുക്കുന്നത്, വൺ ആഫ്റ്റർ അനദർ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. അതായത് ആദ്യം ഒരു ബോൾ എടുത്തു, അത് തിരിച്ചിടാതെ തന്നെ രണ്ടാമത് എന്ത് ചെയ്തു? ഒരു ബോൾ എടുത്തു. വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു ബോൾ എടുത്തു, ദെൻ പിന്നെയും ഒരു ബോൾ കൂടി എടുത്തു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് വൺ ഓഫ് ദ ബോൾസ് ഡ്രോൺ ഈസ് വൈറ്റ് ആൻഡ് അതർ റെഡ്? അപ്പോൾ ഈ എടുത്ത 2 ബോളിൽ ഒരെണ്ണം വൈറ്റും ഒരെണ്ണം റെഡ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളത് എന്താ? വാട്ട് വുഡ് ബി ദ വാല്യൂ ഓഫ് ദീസ് പ്രോബബിലിറ്റീസ് ഇഫ് എ ബോൾ ഡ്രോൺ ഈസ് റീപ്ലേസ്ഡ് ബിഫോർ അനദർ ബോൾ ഈസ് ഡ്രോൺ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? നമ്മൾ ഫസ്റ്റ് ബോൾ എടുത്തു, ആ ബോൾ റീപ്ലേസ് ചെയ്തതിന് ശേഷം രണ്ടാമത് ആ ബോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രോബബിലിറ്റീൻ്റെ വ്യത്യാസം വരിക? ഇതിലാവുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം ഒരു ബോൾ എടുത്തു, അത് തിരിച്ചിടാതെയാണ് രണ്ടാമതും ബോൾ എടുക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ബോൾ എടുത്തു, അത് തിരിച്ചിട്ട ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു? ബോൾ എടുക്കുന്നു. അതാണ് 2 ക്വസ്റ്റ്യനിൽ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എടുത്ത 2 ബോളിൽ ഒരു ബോൾ വൈറ്റും ഒരു ബോൾ റെഡും ആവണം. ഇപ്പോൾ മൊത്തം 2 എണ്ണം എടുക്കുന്നതിൽ ഇപ്പോൾ ഇതെങ്ങനെയൊക്കെ വരാം? 2 ബോൾ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആദ്യം ഒന്ന് എടുത്തു, പിന്നെ ഒന്ന് എടുത്തു. അപ്പോൾ ഇത് കിട്ടാനുള്ള ചാൻസസ് എങ്ങനെയൊക്കെയാണ് മാറ്റി ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒരെണ്ണം വൈറ്റും ഒരെണ്ണം റെഡെന്ന് മാത്രമേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ, ഓർഡർ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ചാൻസസ് എഴുതാം? എടുത്ത ബോളിൽ ആദ്യത്തെ വൈറ്റും രണ്ടാമത്തെ റെഡും ആവാം, അല്ലെങ്കിൽ ആദ്യത്തെ റെഡും രണ്ടാമത്തെ വൈറ്റും ആവാം. ഇത്ര ചാൻസല്ലേ ഉള്ളൂ. ഒരു ബോൾ വൈറ്റും ഒരു ബോൾ റെഡും ആവണമെങ്കിൽ ഒന്നുകിൽ ആദ്യത്തെ വൈറ്റ് രണ്ടാമത് റെഡ് ആവാം, ഓർ ഫസ്റ്റ് റെഡ് ആൻഡ് സെക്കൻഡ് ഈസ് വൈറ്റ്. അപ്പോൾ 2 എണ്ണം ഉള്ളത് കൊണ്ട് 1 and 2 എന്ന് എഴുതണം. അടുത്ത കേസ് എഴുതുമ്പോഴാണ് നമ്മൾ ഓർന്ന് എഴുതുക. ഇതാണ് പ്രോബബിലിറ്റി. 1 ബോൾ ഡ്രോൺ ഈസ് വൈറ്റ് ആൻഡ് അതർ ഈസ് റെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ ഫസ്റ്റത്തെ വൈറ്റും രണ്ടാമത്തെ റെഡും ആവാം, ഓർ ഫസ്റ്റ് റെഡ് രണ്ടാമത് വൈറ്റ് ആവാം. അപ്പോൾ ഇനി ദെൻ ചാൻസസ് എഴുതിയ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതണം, പ്രോബബിലിറ്റി കൊടുക്കുക. ഇപ്പോൾ പി ഓഫ് ഫസ്റ്റ് ഈസ് വൈറ്റ്, ആദ്യം എടുക്കുന്ന ബോൾ വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ടോട്ടൽ എത്ര ബോൾസാണ് ഉള്ളത്? 5 റെഡും 3 വൈറ്റും. സോ മൊത്തം 8 എണ്ണത്തിൽ വൈറ്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 3 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ 3/8 ഇൻറ്റു ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റു കൊടുക്കാം. നമ്മൾ ആദ്യത്തെ കേസ് വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ് ചെയ്യണത്. അപ്പോൾ ടോട്ടൽ ബാഗിനകത്ത് ഉണ്ടായിരുന്നത് 5 റെഡും എത്രയാണ്? പിന്നെ 3 വൈറ്റുമാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? വൈറ്റ് ബോൾ എടുത്തു, അതിന് ശേഷം രണ്ടാമത് എന്ത് ചെയ്യാണ്? റെഡ് എടുക്കുകയാണ്. സോ ആദ്യം വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ടോട്ടൽ 8 ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ബാക്കി എത്രയേ ഉള്ളൂ? വൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 7 ആണ്. 7 എണ്ണത്തിൽ റെഡ് എത്ര ഉണ്ട്? 5. സോ പ്രോബബിലിറ്റി എത്രയാവും? 5/7. വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്? എണ്ണം ഒന്ന് കുറഞ്ഞത്. കാരണം എടുത്ത ബോൾ തിരിച്ച് അതിനകത്തേക്ക് ഇടുന്നില്ല. ഓർ എന്ന് വെച്ചാൽ പ്ലസ് ഈ ചാൻസ് കഴിഞ്ഞു. ഇനി രണ്ടാമത് ഓർന്ന് എഴുതുമ്പോൾ പുതുതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ 1 ഈസ് റെഡ്, ഫസ്റ്റ് ഈസ് റെഡ്. അപ്പോൾ ആദ്യം എടുക്കുന്നത് റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ടോട്ടൽ 5 റെഡ് ഉണ്ട്. സോ 5/8 ആൻഡ് ഇൻറ്റു രണ്ടാമത് വൈറ്റ്. അപ്പോൾ ആദ്യം റെഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് എത്ര ബോളേ ഉള്ളൂ? 8 എണ്ണത്തിൽ 1 പോയാൽ 7 എണ്ണേ ഉള്ളൂ. ദെൻ രണ്ടാമത് വൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ വൈറ്റ് എത്ര ഉണ്ട്? 3. 3/7. 7 എണ്ണത്തിൽ 3 എണ്ണേ കിട്ടുള്ളൂ. ഇനി സിംപ്ലിഫൈ ചെയ്താൽ 3 × 5 15/8 × 7 56 പ്ലസ് 5 × 3 15/56. സോ രണ്ടും നമ്മൾ ആഡ് ചെയ്യാം. 15 + 15 30/56. അപ്പോൾ ഇത് നമ്മൾ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിൻ്റെ കേസാണ് എഴുതിയത്. ഇനി റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ആദ്യം എടുത്ത ബോൾ തിരിച്ചിട്ടതിന് ശേഷമാണ് വീണ്ടും ബോൾ എടുക്കുന്നതെങ്കിൽ ഈ പ്രോബബിലിറ്റിയിൽ അവിടെ വ്യത്യാസം വരും.
ഇവിടെ 7 എന്നുള്ളത് മായിട്ട് എന്താവും 8 ആവും. കാരണം എന്തുകൊണ്ട് 7 ആവാൻ കാരണം വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്. ആദ്യം എടുത്ത ബോൾ തിരിച്ചിടുന്നില്ലെങ്കിൽ പിന്നെ എത്ര ബോളേ ഉള്ളൂ? 7 ഉള്ളൂ. അപ്പോൾ ഇതേ കേസിൽ തന്നെ നമുക്ക് എന്താ വ്യത്യാസം വരുള്ളൂ? ചാൻസസ് ഒന്നും മാറില്ല. ഈ എണ്ണം 5/7 എന്നുള്ളത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് 8 തന്നെയാണ്. സോ 3/8 ഇൻറ്റു 5/8 എന്നാവും, പ്ലസ് 5/8 ഇൻറ്റു തിരിച്ചിടുന്നുണ്ടല്ലോ, ആദ്യം എടുത്ത ബോൾ തിരിച്ചിട്ടാൽ പിന്നെ ടോട്ടൽ എത്ര തന്നെയാണ്? 8 തന്നെയാണ്. സോ 5/8 ഇൻറ്റു 3/8. അപ്പോൾ ആൻസർ എത്ര വരും? 15/64 പ്ലസ് 15/64 30/64. അപ്പോൾ നോക്കുക, നമ്മൾ ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? കേസ് വ്യത്യാസം വരുള്ളൂ. ഇൻഡിപെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് വരില്ല? വ്യത്യാസമൊന്നും വരില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എണ്ണം ശ്രദ്ധിക്കണം, വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റും വിത്ത് റീപ്ലേസ്മെൻറ്റും ആകുമ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, given A, B, C are independent events. P of A തന്നിട്ടുണ്ട് 0.3, P of B equal to 0.2 and P of C 0.4. ഇപ്പോൾ 3 ഇവൻ്റ് ഉണ്ട്, A, B, C. അത് മൂന്നും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഫോർ, നമുക്ക് 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? ഓൾ ഒക്കറിങ്, 3 ഇവൻറ്റും ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. സെക്കൻഡ് വൺ നൺ ഒക്കറിങ്, ഒരു ഇവൻറ്റും ഒക്കർ ചെയ്യുന്നില്ല. സി അറ്റ്ലീസ്റ്റ് 1 ഒക്കറിങ്, ഒരെണ്ണമെങ്കിലും ഒക്കർ ചെയ്യണം. ഡി എക്സാക്ട്ലി 1 ഒക്കറിങ്, എന്ന് വെച്ചാൽ ഒരെണ്ണം മാത്രമേ ഒക്കർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? എയും ബിയും സിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്കൊരു റിസൾട്ട് അറിയാം. മൾട്ടിപ്ലിക്കേഷൻ റൂളിൽ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ഓൾ ഒക്കറിങ്. ഓൾ ഒക്കറിങ് എന്ന് പറഞ്ഞാൽ 3 ഇവൻറ്റും സംഭവിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? ഓൾ എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, ഓൾ എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ സിമ്പിൾ എന്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഇൻ്റർസെക്ഷൻ അല്ലേ? എനി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിയൻ എടുക്കുക. ബോത്ത് ഓൾ എന്ന് വരുന്ന കേസിൽ എന്ത് ചെയ്യണം? ഇവൻറ്റിൽ എ ഇൻ്റർസെക്ഷൻ എന്ന് വെച്ചിട്ട് വേണം എഴുതാൻ. അപ്പോൾ 3 ഇവൻറ്റും ഒരുമിച്ച് സംഭവിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. എല്ലാം ഒക്കർ ചെയ്യുന്നുണ്ട്. സോ എയും ഉണ്ട്, ബിയും ഉണ്ട്, സിയും ഉണ്ട്. ഇത് 3 ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മുടെ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. സോ 3 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി. 3ൻ്റെയും പ്രോബിലിറ്റി തന്നിട്ടുണ്ട്. 0.3 ഇൻറ്റു 0.2 ഇൻറ്റു 0.4. നമുക്ക് 0.024 എന്ന് കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഓൾ ഒക്കറിങ് ആണ്. സോ ഇൻഡിപെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 പ്രോബിലിറ്റിയും കൂടെ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. ഇനി രണ്ടാമത്തെ എന്താ? നൺ ഒക്കറിങ് എന്ന് വെച്ചാൽ 3 ഇവൻറ്റും ഒക്കർ ചെയ്യുന്നില്ല. ഓപ്പോസിറ്റാണ്, നെഗേഷൻ ആണ് അല്ലേ? അപ്പോൾ നെഗേഷൻ ആണെങ്കിൽ നമ്മൾ ഏത് സിമ്പിൾ കൊടുക്കാം? എ ഉണ്ടെങ്കിൽ പി ഓഫ് എ എന്ന് എഴുതും, ഇല്ല എന്നുണ്ടെങ്കിൽ എക്ക് കോംപ്ലിമെൻറ്റാണ് കൊടുക്കുക, എ ഡാഷ് എന്ന് എഴുതും. അപ്പോൾ പി ഓഫ് നൺ ഒക്കറിങ് നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ. 3 ഇല്ല എന്നാണ് അല്ലേ? അപ്പോൾ 3 എന്നുള്ളത് കൊണ്ട് ഇൻ്റർസെക്ഷൻ കൊടുക്കുന്നു, ഇല്ല എന്നുള്ളത് കൊണ്ട് കോംപ്ലിമെൻറ്റ്. ഇപ്പോൾ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ്. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ കോംപ്ലിമെൻറ്റും എന്ത് തന്നെയാണ്? ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക? 3 കൂടെ ഇൻറ്റു ചെയ്യുക. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് സി കോംപ്ലിമെൻറ്റ്. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് കാണാനുള്ള ഫോർമുല എന്താ? 1 മൈനസ് പി ഓഫ് എ. പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് 1 മൈനസ് പി ഓഫ് ബി. അതുപോലെ 1 മൈനസ് പി ഓഫ് സി. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1 മൈനസ് 0.3 ഇൻറ്റു പി ഓഫ് ബീൻ്റെ വാല്യൂ ആണ് 0.2. അപ്പോൾ 1 മൈനസ് 0.2 ഇൻറ്റു 1 മൈനസ് 0.4. 1 മൈനസ് 0.3 ചെയ്താൽ 0.7 കിട്ടും. 1 മൈനസ് 0.2 0.8. 1 മൈനസ് 0.4 0.6. 3 തമ്മിൽ ഇൻറ്റു ചെയ്താൽ 0.336. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 ഒക്കറിങ്, ഒരെണ്ണമെങ്കിലും 3 എണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും ഒക്കർ ചെയ്യണം എന്നാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1ന് നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എന്താ റിസൾട്ട്? പി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1, ഒരെണ്ണമെങ്കിലും കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് ഗെറ്റിംഗ് നൺ. ഒന്നും ഇല്ല എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് ഒരെണ്ണമെങ്കിലും വേണം എന്നുള്ളത്. സോ എന്താ ഫോർമുല? പി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് ഗെറ്റിംഗ് നൺ. അപ്പോൾ നമ്മൾ ആ ഫോർമുലയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ പി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഒക്കറിങ് ഈക്വൽ ടു 1 മൈനസ് ഒന്നുമില്ല എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് 1 മൈനസ് പി ഓഫ് നൺ ഒക്കറിങ്. അപ്പോൾ നൺ ഒക്കറിങ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 മൈനസ് 0.336. അപ്പോൾ 0.664 എന്ന് കിട്ടി. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? എക്സാക്ട്ലി 1 ഒക്കറിങ്, അതായത് 3 ഇവൻറ്റിൽ ഒരെണ്ണം മാത്രമേ ഒക്കർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏതാണെന്നും പറഞ്ഞിട്ടില്ല. 3 എണ്ണത്തിൽ ഒരെണ്ണം മാത്രമേ സംഭവിക്കാവൂ.
അപ്പോൾ അത് ഒന്നുകിൽ ഏതാവാം, എ ആവാം, അല്ലെങ്കിൽ ബി ആവാം, അല്ലെങ്കിൽ സി ആവാം. സോ എ ആണെങ്കിൽ എന്തുണ്ടാവരുത്, ബിയും സിയും സംഭവിക്കരുത്. ബി ആണ് ഹാപ്പൻ ചെയ്യണമെങ്കിൽ എയും സിയും ഉണ്ടാവരുത്. സി ആണെങ്കിൽ എയും ബിയും ഉണ്ടാവരുത്. സോ അതിനെങ്ങനെ നമുക്ക് മാറ്റി ചെയ്താൽ, പി ഓഫ് എക്സാക്ട്ലി വൺ ഒക്കറിങ് ഈക്വൽ ടു, ഒന്നുകിൽ എന്താവണം, എ ഉണ്ട് ബിയും സിയും ഇല്ല. അതിനെങ്ങനെ ചെയ്താൽ, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ്, അല്ലെങ്കിലാണ് കേസ്. സോ നമുക്ക് പ്ലസ് ഇട്ട് എഴുതാം. അടുത്തത് എന്താ, എയും സിയും ഇല്ല, ബി ഉണ്ട്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ്, ഓർ ഇപ്പോൾ പ്ലസ് ആദ്യത്തിൽ എ ഉണ്ട് ബിയും സിയും ഇല്ല, രണ്ടാമത് ബി ആണ് വരുന്നത് എയും സിയും ഇല്ല, മൂന്നാമത്തെ ചാൻസ് എന്താ, സി ഒക്കറ് ചെയ്യും എയും ബിയും ഇല്ല. അപ്പോൾ അതിനെങ്ങനെ ചെയ്താൽ, പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻ്റർസെക്ഷൻ ആകുമ്പോൾ നമ്മൾ ഇൻറ്റു ആണ് കൊടുക്കുക. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ് കിട്ടാൻ എന്ത് ചെയ്യണം, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് സി കോംപ്ലിമെൻറ്റ് പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി കോംപ്ലിമെൻറ്റ് പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഇൻറ്റു പി ഓഫ് സി. നേരത്തെ നമ്മൾ കോംപ്ലിമെൻറ്റ് കാണാനുള്ള ഫോർമുല പറഞ്ഞിരുന്നു. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പി ഓഫ് എൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.3. അടുത്തത് പി ഓഫ് ബി കോംപ്ലിമെൻ്റ് ആണ്, അതായത് 1 മൈനസ് പി ഓഫ് ബീൻ്റെ വാല്യൂ 0.2 ഇൻറ്റു പി ഓഫ് സി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് സി 0.4 പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് 1 മൈനസ് പി ഓഫ് എ 0.3 ഇൻറ്റു പി ഓഫ് ബീൻ്റെ വാല്യൂ 0.2 ആണ്. പി ഓഫ് സി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് സി 0.4 പ്ലസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് 1 മൈനസ് പി ഓഫ് എ 0.3, പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് കിട്ടാൻ 1 മൈനസ് പി ഓഫ് ബി അതായത് 0.2 ഇൻറ്റു പി ഓഫ് സി 0.4 ക്വസ്റ്റ്യനിലുള്ളത്. ഇതിനെല്ലാം കൂടി ഇൻറ്റു ചെയ്താൽ 0.3 ഇൻറ്റു 1 മൈനസ് 0.2 0.8 ഇൻറ്റു 1 മൈനസ് 0.4 0.6 പ്ലസ് 1 മൈനസ് 0.3 0.7 ഇൻറ്റു 0.2 ഇൻറ്റു 1 മൈനസ് 0.4 0.6 പ്ലസ് 1 മൈനസ് 0.3 0.7 1 മൈനസ് 0.2 0.8 ഇൻറ്റു 0.4. ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഫസ്റ്റ് വൺ ഇൻറ്റു ചെയ്യുക, ദെൻ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 0.452 എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് ഒരു നോട്ട്, എ നമ്പർ ഓഫ് ഇവൻറ്റ്സ് ആർ സെഡ് ടു ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇഫ് വൺ ഓഫ് ദം മസ്റ്റ് ആൻഡ് ഓൺലി വൺ ക്യാൻ ഹാപ്പൻ. ഓൾസോ സം ഓഫ് ദ പ്രോബബിലിറ്റീസ് ഓഫ് ദ ഇവൻറ്റ് ഈസ് 1. അപ്പോൾ ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ എ സെറ്റ് ഓഫ് ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് എന്ന് പറയണമെങ്കിൽ എപ്പോഴാണ് പറയുക, ഇഫ് വൺ ഓഫ് ദ മസ്റ്റ് ആൻഡ് ഓൺലി വൺ ക്യാൻ ഹാപ്പൻ. അതായത് എത്ര ഇവൻറ്റ്സ് ഉണ്ടോ അതിൽ ഒരെണ്ണം മാത്രം എന്ത് ചെയ്യുക, സംഭവിക്കുക. അത് ഏതാണെന്ന് പറയണില്ല, മൂന്ന് ഒരുമിച്ച് സംഭവിക്കരുത്. ഇപ്പോൾ എ ബി സി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എ ബി സി എന്ന് പറയുന്ന 3 ഇവൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം മാത്രമേ ഹാപ്പൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സെറ്റ് ഓഫ് ഇവൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് എന്ന് പറയാം, ഒരു ഇവൻറ്റ് മാത്രം സംഭവിക്കുന്നതിന്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാറ്റിൻ്റെ എല്ലാം കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും വേണം, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കണം. എത്ര ഇവൻറ്റ്സ് ഉണ്ടോ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ, അതിൻ്റെ പ്രോബബിലിറ്റീസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സമ്മ് 1 എന്നും കിട്ടണം. അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവൻറ്റ്സിൻ്റെ പ്രത്യേകത. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലമാണ്. ഇഫ് എ ബി സി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് ആൻഡ് പി ഓഫ് എ ഈക്വൽ ടു 1/2 പി ഓഫ് ബി ഈക്വൽ ടു 1/3 പി ഓഫ് സി. ഫൈൻഡ് പി ഓഫ് എ, പി ഓഫ് ബി, പി ഓഫ് സി. ഇപ്പോൾ എ ബി സി 3 ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ആണ് തന്നിട്ടുണ്ട്. അതായത് ഇത് 3 ഒരെണ്ണം മാത്രമേ ഒരേ ടൈമിൽ സംഭവിക്കുള്ളൂ. എ ഉണ്ടെങ്കിൽ ബിയും സിയും ഇല്ല, ആ ഒരു രീതിക്കാണ് വരിക. അപ്പോൾ പി ഓഫ് എൻ്റെ പ്രത്യേകത എന്താ, പി ഓഫ് എ ഈക്വൽ ടു 1/2 പി ഓഫ് ബി ആണ്. അതേപോലെ തന്നെ പി ഓഫ് എ ഈക്വൽ ടു 1/3 പി ഓഫ് സി ആണ്. അപ്പോൾ പി ഓഫ് എ, പി ഓഫ് ബി, പി ഓഫ് സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഈ തന്നിട്ടുള്ളതിന് ജസ്റ്റ് നമ്മൾ മാറ്റി ചെയ്താൽ പി ഓഫ് എ ഈക്വൽ ടു 1/2 ഇൻറ്റു പി ഓഫ് ബി ആണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് പി ഓഫ് ബി കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, ഈ 2ന് ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ 1 ഇൻറ്റു പി ഓഫ് ബി എന്ന് വരും. ലെഫ്റ്റ് സൈഡിലോ 2 ഇങ്ങോട്ട് എടുത്താൽ 2 പി ഓഫ് എ. അപ്പോൾ പി ഓഫ് എ ഈക്വൽ ടു 1/2 പി ഓഫ് ബിയിൽ നിന്ന് പി ഓഫ് ബി ഈക്വൽ ടു എന്ത് വരും, 2 പി ഓഫ് എ എന്ന് വരും. സിമിലർലി പി ഓഫ് എ ഈക്വൽ ടു 1/3 പി ഓഫ് സി ആയതുകൊണ്ട് 3 ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 3 ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 3 ഇൻറ്റു എന്നാവും. സോ 3 ഇൻറ്റു പി ഓഫ് എ ഈക്വൽ ടു എന്ത് വരും, പി ഓഫ് സി.
ഇനി എയും ബിയും സിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ആണെങ്കിൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി എത്രയാണെന്ന് നോട്ടിൽ പറയുന്നുണ്ട് 1 ആയിരിക്കും. 3 പ്രോബബിലിറ്റിയും കൂടെ ആഡ് ചെയ്താൽ. സോ നമ്മളിവിടെ ആ കണ്ടീഷൻ കൊടുക്കാം. പി ഓഫ് എ അങ്ങനെ തന്നെ എഴുതി. പി ഓഫ് ബിക്ക് നമ്മൾ മാറ്റി എഴുതി വെച്ചിട്ടുള്ള വാല്യൂ കൊടുക്കുക 2 പി ഓഫ് എ. പി ഓഫ് സിൻ്റെ വാല്യൂ 3 പി ഓഫ് എ ഈക്വൽ ടു 1. ഇത് 3 കൂടെ ആഡ് ചെയ്യാം. പി ഓഫ് എ പ്ലസ് 2 പി ഓഫ് എ പ്ലസ് 3 പി ഓഫ് എ ചെയ്താൽ എത്ര വരും? 3 + 2 5 + 1 6 പി ഓഫ് എ ഈക്വൽ ടു 1. ഇപ്പോൾ പി ഓഫ് എ കിട്ടാൻ 6 റൈറ്റിക്ക് കൊണ്ടുപോകും. അപ്പോൾ 1/6. പി ഓഫ് എൻ്റെ വാല്യൂ 1/6 എന്ന് കിട്ടി. ഇനി പി ഓഫ് ബി കിട്ടാൻ എന്ത് ചെയ്യണം? 2 ഇൻറ്റു പി ഓഫ് എ ചെയ്യണം. സോ 2 ഇൻറ്റു പി ഓഫ് എൻ്റെ വാല്യൂ 1/6 വിച്ച് ഇസ് ഈക്വൽ ടു 2/6. പി ഓഫ് സി കിട്ടാൻ 3 ഇൻറ്റു പി ഓഫ് എ, that is 3 ഇൻറ്റു പി ഓഫ് എൻ്റെ വാല്യൂ 1/6 വിച്ച് ഇസ് ഈക്വൽ ടു 3/6. അപ്പോൾ ഇത്രയാണ് മൾട്ടിപ്ലിക്കേഷൻ റൂൾസ് ഓഫ് പ്രോബബിലിറ്റിയിൽ വരുന്ന പ്രോബ്ലംസ്.